അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇടാറുണ്ട് കേട്ടോ. വർത്താനൊന്നും പറഞ്ഞിടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഷോർട്സായിട്ടും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ആയിട്ടല്ല കേട്ടോ, നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടതാണ്. നമ്മുടെ ഈ പരിപ്പുണ്ടല്ലോ, പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ അതിൻ്റെ ഒരു കുതിർന്നതിന് ശേഷമാണ് നമ്മൾ അത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, ഗ്യാസൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. സവാളയാണ്, ഉള്ളിയല്ല കേട്ടോ, സവാളയും പച്ചമുളകും. ഇതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാനല്ല കേട്ടോ, എൻ്റെ നാത്തൂനാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതേ. ഈ ചെയ്യണ പണിക്കല്ലേ കിട്ടുള്ളൂ. ഇതൊക്കെ കൂടെ അരച്ചെടുക്കുക. അപ്പോൾ ഈ എന്താ പറയുക, തരി പോലെ അരയ്ക്കണം കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര നൈസായിട്ട് അരക്കരുത്. നമ്മളാ പരിപ്പോടെ തിന്നുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെ ഇരിക്കണം എന്നറിയാമല്ലോ. ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകരുത്. പിന്നെ ഈ ഉരുട്ടിയിട്ട് നടുക്കൊരു കുഴിയിട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നടുക്കൊരു കുഴിയെടുത്ത് നമ്മൾ പരിപ്പടക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ പരിപ്പടക്ക് കുഴിയൊന്നുമില്ല. പണ്ടത്തെ പരിപ്പടയൊക്കെ ഒരു കുഴി ഉണ്ടാവും നടുക്കല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വൈകുന്നേരത്തെ ഒരു സ്നാക്സ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. മഴയത്തൊക്കെ തിന്നാൻ പറ്റിയ ഒരു കിഡിലൻ പലഹാരമാണ് കേട്ടോ ഈ പരിപ്പുവട. അപ്പോൾ ഈ പരിപ്പുവടയും അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനത്തെ എണ്ണപ്പലഹാരങ്ങൾ മേടിച്ച് കഴിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. വീട്ടിലുണ്ടാക്കി ഇടയ്ക്കൊക്കെ കഴിക്കാമെന്നല്ലാതെ, ഇപ്പോൾ മഴയുമാണ്, നമുക്ക് വയറിനൊക്കെ അസുഖങ്ങളൊക്കെ പിടിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചത്. അതുകൊണ്ട് കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, ഓയിലൊക്കെ വറുക്കാം. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ഈ ഒരു പരിപ്പ് വട എന്ന് പറഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് രാവിലെ ഇത്തിരി പരിപ്പ് വെള്ളത്തിലിടാം, വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്കിത് റെഡിയാക്കാം. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് അടിപൊളി പരിപ്പ് വട റെഡിയാക്കി വെക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്, അതിലുപരി നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ കാലമാണ് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത് ദുരന്തങ്ങളുടെ ഒരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നതൊക്കെ സങ്കടമുള്ള വാർത്തകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അല്ലേ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനപരമായൊരു ജീവിതത്തിനല്ലേ. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ കൂടെ കൊലപാതകങ്ങൾ എന്തൊക്കെയാണ് നടക്കണല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ കൈവിടാതെ സൂക്ഷിക്കുക. ഏറ്റവും സമാധാനമായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് മനസ്സിനെ റിലാക്സ് ആക്കി വെക്കുക. ഇടയ്ക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങളൊക്കെ കഴിക്കുക, മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ കാണണം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.